കണ്ണേട്ടാ ഇതുവരെ നേരിട്ട് കാണാത്ത ചേച്ചിക്കുട്ടി കുറച്ച് സമയമാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നതിന് ഒരുപാട് സന്തോഷം. കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോഴൊന്നും തീരില്ല. സോ നേരെ എപ്പിസോഡിലോട്ട് പോവാം. എല്ലാവരും കണ്ടേച്ചാ. മോൾ ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ചോണ്ടാണോ വന്നേ? അതെ. ഓ സമ്മതിക്കണം, ഇത്രയും ദൂരമൊക്കെ അതും ബൈക്കിന്. അതിനിപ്പോ എന്താ അത്ര അത്ഭുതപ്പെടാൻ മാത്രം? എനിക്കൊരു ബൈക്ക് മേടിച്ചതാ. ഞാനും ചെന്നൈ കൂടെ ഒന്ന് കറങ്ങടിച്ചിട്ട് വരാം. അതിന് നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോ? അതറിഞ്ഞൂടാ, പക്ഷെ പഠിക്കാലോ. അയ്യോ, ആദ്യം നീ നിന്റെ ആ വേടകൊന്ന് കാല് കുത്താതെ ഓടിക്കാൻ പഠിക്കേ, എന്നിട്ട് കാറും ബൈക്കും ഒക്കെ ഓടിക്കാൻ, കേട്ടാ? നിന്നോട് ഞാനിതൊരു ഫയൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, എന്തായി? മൂട് പോയി. ഇതൊന്ന് കഴിക്കാൻ സമ്മതിക്കോ? അത് കുറച്ചുകൂടി നോക്കാനുണ്ട്. ഞാൻ ഡാനിച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തോളൂ. അതും അവനെ ഏൽപ്പിച്ചു. നിനക്ക് പിന്നെ അവിടെ എന്ത് ജോലിയാടാ ഉള്ളേ? നിങ്ങൾ തിന്നാതിനെ എപ്പോഴും അവനിങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ? കൊച്ചുകുട്ടിയല്ലേ, വിട്ടേക്ക്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കുടുക്കി ചേച്ചി. ഇങ്ങനെ പോയാൽ ഞാൻ മിക്കവാറും ഇങ്ങേർക്കെതിരെ ബാലവേലയ്ക്ക് കേസ് കൊടുക്കും. ബാലനോ? നീയോ? എടാ, നീ ഒന്ന് മനസ്സ് വെച്ചാ ചുരുങ്ങിയത് 3-4 ബാലന്മാരെ കൊണ്ടിറക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. നീ ഒരൊറ്റ ഒരുത്തിയാ ഇവനെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയേ. നിങ്ങൾ അവനെ ഇങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇപ്പൊ ഇവൻ നല്ല കുട്ടിയല്ലേ, കാലത്ത് എഴുന്നേക്കും, ദിവസം കുളിക്കും, പിന്നെ അവനെ കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യും. നിങ്ങൾക്ക് അതിനെങ്കിലും അവനൊന്ന് അഭിനന്ദിച്ചൂടെ? ഇത്രയും കൃത്യമായിട്ട് അവൻ ചെയ്യുന്നു ഒരു ജോലിയെങ്കിലും നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ദേ ഇത് തന്നെ, ആഹാരം കഴിക്കുന്ന സമയം കൃത്യമായിട്ട് ഇവിടെ എത്തിക്കോളും. അത് ശരി. അപ്പൊ ഇത്രയും നേരം സപ്പോർട്ടിങ് റോൾ അല്ലായിരുന്നല്ലേ, എന്നെ ഇട്ട് ഊക്കിക്കൊണ്ടിരിക്കായിരുന്നല്ലേ? അതുപോലെ മനസ്സിലാവാത്ത പൊട്ടനായി പോയല്ലോടാ നീ. നാളെ ഇനി 2 ഇവിടുന്ന് പോയാ തിരിച്ചപ്പോഴേ ഇങ്ങോട്ട് കയറി വരുന്നേ? ഇന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. നാളെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ബാസ്കറ്റ്ബോൾ സെലക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു യാത്രയായിരുന്നു. അപ്പൊ ശരി, ഇനിയൊരു യാത്ര ചോദിക്കലില്ല, പോയിട്ട് വരാം. നിക്കടാ, സമയമുണ്ടല്ലോ, ഒരു 2 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യും. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ആരെങ്കിലും വരാനുണ്ടാ? ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്താ ഇപ്പൊ എത്തും. ഹായ്, കുറച്ച് ലേറ്റ് ആയല്ലേ, സോറി. ജോസു, ഇവളെന്താണ് ഇവിടെ? അതൊക്കെ പറയാം, നിങ്ങൾ വാ, അവരൊന്ന് സംസാരിക്കട്ടെ. എടാ ബുദ്ധി രാക്ഷസ, അവളെങ്ങോട്ട് വിളിച്ചോണ്ട് വരാനുള്ള ഐഡിയ നിനക്ക് എവിടെ കിട്ടി? അവനൊരു വഴിക്ക് പോവല്ലടാ, മാക്സിമം സന്തോഷായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? കർത്താവ്യ റെസ്പോൺസിബിലിറ്റിയാ? നീയാണോ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ക്ലാസ് എടുത്തു തരുന്നേ? അവളുടെ തന്തയല്ലേ ആ സ്വർണ്ണക്കൊള്ളക്കാരൻ. അയാൾ എങ്ങാനും ഇതൊക്കെ അറിഞ്ഞാ നിന്നെ വെട്ടി നുറുക്കി നല്ല ഫാഷനായിട്ടൊരു മാല പണിത് ഷോക്കേസിൽ എടുത്ത് വെക്കും, നോക്കിക്കോ. ഒന്ന് പൂടി, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ. വരുമെന്ന് വിചാരിച്ചില്ല. വരാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇനി എന്നാ തിരിച്ചിങ്ങോട്ട്? മേ ബി ഒരു 2 days, അതിനുള്ളിൽ തിരിച്ചു വരും. ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി അത് എന്തൊക്കെയാണെങ്കിലും നടക്കാൻ വേണ്ടി ഞാനും കൂടി പ്രാർത്ഥിക്കാം. താങ്ക്സ്. എനിക്ക് പോകണം, ക്ലാസ് തുടങ്ങാൻ സമയമായി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ അവനും പോയി. ഇനി എന്താ അടുത്ത പ്ലാൻ? ഇവന്റെ ആളെ ഇതുവരെ ഞങ്ങൾ കണ്ടില്ലല്ലോ. നേരെ അങ്ങോട്ട് പോവാം, അതിനുശേഷം ബാക്കിയൊക്കെ തീരുമാനിക്കാം. അവൻ്റെ ഒരു നാണം കണ്ടില്ലേ, വിളിച്ചോണ്ട് നിൽക്കാതെ വാടാ. എടാ, ഇവിടെ എന്തൊരു ബോറടിയാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? വേണ്ട, വഴക്ക് പറയും. ഇല്ലെന്നേ, മമ്മിയോട് ഞാൻ പറഞ്ഞോളാം, നീ വാ. മമ്മയല്ല, കിറ്റി എന്നോട് വേറെ ആരുടെ കൂടെ പുറത്തു പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ പുറത്തു പോയതെന്നാ പറഞ്ഞേ. ആന്റി മോന്റെ സ്വന്തം ആന്റി അല്ലേ, കുഴപ്പമില്ല. വേണ്ട, അവരെന്നോട് പിണങ്ങി കഴിഞ്ഞ പപ്പ കൊണ്ടുവരുന്ന ഹോർലിക്സും ബൂസ്റ്റും ഒന്നും അവരെനിക്ക് തരൂല. സാരമില്ല, നിനക്ക് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ആന്റി വാങ്ങിച്ചു തരാം. കുറച്ചു ദിവസം കഴിഞ്ഞ ആന്റി പോവില്ലേ, അപ്പോഴോ?
അപ്പൊ നീ എനിക്കൊരു മിസ് കോള് തന്നാ മതി. ഞാൻ 1-2 ടൺ ഹോർലിക്സും ബൂസ്റ്റും ദേ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കി തരാം. ഇപ്പൊ എന്റെ കൂടെ വാടോ, ബോറടിച്ചിട്ടല്ലേ? എന്നാ ഞാൻ പോയി മമ്മിയോട് പെർമിഷൻ ചോദിച്ചിട്ട് വരാം. ഇനി വേറെന്താ വേണ്ടേ? 2 ഐസ്ക്രീം. നീ ഇപ്പഴല്ലേ ഒരെണ്ണം കഴിച്ചേ? ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നിന്റെ മമ്മി പ്രത്യേകം പറഞ്ഞതാ തണുത്തതൊന്നും വാങ്ങി കൊടുക്കരുതെന്ന്. നിനക്ക് അത് മാത്രമേ പിടിക്കത്തുള്ളൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, ഇവിടെ ഇരിക്കേ. നീ എന്താടാ ഇവളുടെ കൂടെ? ഗ്യാങ് മാറിയല്ലേ? നന്നായി മോനെ, നിന്റെ തലയും വാലും പോയാൽ തന്നെ നീ നന്നാവും. ചേട്ടനെന്താ ഇവിടെ? ചേട്ടനാ? എന്നെ തന്നെ ഇവിടെ കളിയാക്കണോ? ഇന്ന് ഓഫീസിൽ പോയില്ലേ? അയ്യേ, ഈ ആന്റിക്കൊന്നും അറിഞ്ഞൂടാ. ഇന്ന് സൺഡേയാ, സ്കൂൾ ഓഫീസൊന്നും ഉണ്ടാകത്തില്ല എന്ന് മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ കാര്യം മറന്നുപോയി. ശരിയാവാൻ പറഞ്ഞേ. ഞായറാഴ്ച എല്ലാവർക്കും അവധിയാ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ദിവസം ഈ ഞായറാഴ്ചയാണ്. നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന എല്ലാ പെൺപിള്ളേരുടെ പടം അമ്മച്ചി എനിക്ക് അയച്ചു തരും. എല്ലാ അവളുമാർക്കും ചായ വാങ്ങിച്ചു കൊടുക്കേണ്ട എൻ്റെ ഒരു ഗതികേട്. പെണ്ണാണ്? യെസ്, ഓഫ് കോഴ്സ്. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്. ഇപ്പോ കണ്ട പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലേ? എവിടെന്ന്? അതാകെ പേടിച്ച് വരണ്ട്. ഒന്ന് കണ്ണൂരിട്ട് പേടിപ്പിച്ച മുട്ടിടിച്ച് താഴെ വീഴുന്ന തോന്നുന്നേ. എനിക്കതൊന്നും സെറ്റാകത്തില്ല. ചേട്ടന് പിന്നെ എങ്ങനെയുള്ള പെൺകുട്ടിയോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ ഡീന്ന് വിളിച്ചാ മിനിമം എന്താടാന്നെങ്കിലും തിരിച്ചു ചോദിക്കണം. ഇങ്ങനെ കാലുകൊണ്ട് കളം വരയ്ക്കുന്ന നാണം കുടുങ്ങി പെണ്ണൊന്നും വേണ്ട. എൻ്റെ ലൈഫ് ഒട്ടും അടുക്കും ചിട്ടില്ലാത്തതാ. വന്ന് കയറുന്നവളും അങ്ങനെയാണെങ്കിൽ തീർന്നില്ലേ. സോ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യബോധമുള്ളവളാവണം. പിന്നെ എൻ്റെ അമ്മച്ചി അന്ന് കണ്ടല്ലേ, ആളിച്ചിരി മുറ്റ. അതിനു മുന്നിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടി വരും. കരച്ചിലും പിഴിച്ചിലും ആണെങ്കിൽ എനിക്ക് കണ്ണീരൊപ്പാനേ നേരം ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നുമല്ല ഹൈലൈറ്റ്. എനിക്കടിക്കണം തോന്നുമ്പോൾ കമ്പനിക്കൊരു സ്മാൾ അടിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ പരമാനന്ദം. എല്ലാരും അടക്കോ ഒതുക്കൊക്കെ ഉള്ള ഒരു പാവത്താ പെൺകുട്ടിയെ ആഗ്രഹിക്കുമ്പോ ചേട്ടൻ ഫുള്ള് വെറൈറ്റി ആണല്ലോ. ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് സുകുമാരക്കുറുപ്പിന്റെ മകളെ ഒന്ന് ആലോചിച്ചാലോ? അതിന് പുള്ളിക്കാരന്റെ മകളൊക്കെ ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കാലോ. എന്നാ ശരി, രണ്ടെണ്ണത്തിന് കണക്ക് നടക്കട്ടെ, ഞാൻ പോവാ. ചേട്ടാ ഒരു മിനിറ്റ്, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഫോൺ? ഇങ്ങോട്ട് തരാൻ. ദേ ഇതാ എന്റെ നമ്പർ. ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഞാനൊരു മിസ് കോള് തരാം. ഉടനെ പറന്നങ്ങ് വന്നോളാം. നമുക്ക് അവിടെ അച്ഛനെ കെട്ടാന്നേ. അപ്പോ ശരി, ഞങ്ങള് പോയേക്കുവാ. ഇവക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. നേരെ ചൊവ്വി കണ്ട എൻ്റെ മുഖത്ത് പോലും നോക്കാത്തവളാ. ഇപ്പത് മൊബൈൽ നമ്പർ വാങ്ങിക്കൊണ്ട് പോയേക്കുന്നു. സംതിങ് ഫിഷി. ലിയോ കാറ്റി ഇതുവരെയായിട്ട് വന്നില്ലേ? ഇല്ല, ലേറ്റ് ആവുന്ന വിളിച്ച് പറഞ്ഞിരുന്നു. ഇത്രയും സമയമായിട്ടും തിരിച്ചു വന്നില്ലേ? എന്ത് പറയാനാ, കെട്ടിക്കഴിഞ്ഞാലെങ്കിലും 2 നന്നാവുന്ന വിചാരിച്ചേ. എവിടെന്ന് ഇപ്പൊ കെട്ടിയോനും കെട്ടിയോളെ വീട്ടിലെഴുതിയിട്ട് 2 കറങ്ങാൻ പോയേക്കുന്നു. അവനെ പറഞ്ഞാ മതി എല്ലാത്തിനും. നിങ്ങളിതെന്തിനാ എപ്പോഴും അവനിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഈ വീട്ടിൽ തന്നെ കളിച്ചു വളർന്ന 2 പിള്ളേരല്ലേ. അവർ രണ്ടുപേരും പുറത്തു പോയി കറങ്ങിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ല പോയത്. എല്ലാം നല്ല പിള്ളേരാ. കുറെ കാലത്തിന് ശേഷം അവർ ഇപ്പഴാണ് പുറത്തു പോകുന്നേ. അവർ എൻജോയ് ചെയ്തോട്ടെ, അത് നിങ്ങൾക്കെന്താ? ഇത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. അവനെ സപ്പോർട്ട് ചെയ്യാൻ നീയൊക്കെ ഉള്ളോണ്ടാ ഇത്രയും വഷളായി പോയേ. എനിക്കും അവരെ പോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ദിവസം കറങ്ങാൻ പോകുന്നുണ്ടോ? അപ്പൊ അതിന്റെ കുശുമ്പായിരുന്നോ? നിങ്ങൾക്ക് കറങ്ങാൻ ഇവിടെ ഞാനില്ലേ, നമുക്ക് വേണമെങ്കിൽ പുറത്തു പോവാം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നിന്നെ കൂട്ടി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പണ്ട് ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നീനയുടെ കൂടെ കറങ്ങണമെന്ന് പറഞ്ഞ് എന്നെ കൂടി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. എന്നിട്ട് 10 രൂപേൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചെന്ന ബെഞ്ചിലിരുത്തി പാർക്ക് മുഴുവൻ നിങ്ങൾ അവളുടെ കൂടെ കറങ്ങി നടന്നു. കർത്തായി, ഇവിടെ ഇനിയിപ്പൊ കണക്കുമൊപ്പം നിരത്തുമല്ലോ. ഇടി എനിക്ക് വിശക്കുന്നുണ്ട്, വല്ലതും ഉണ്ടാക്കിത്താ. വിശക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ, പണ്ട് നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയാവുന്നെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് ഓർമ്മയുണ്ടോ? പാവം, ഞാൻ മണ്ടിയെ പോലെ എല്ലാം ഉണ്ടാക്കി നിങ്ങളെ കൈ തന്നപ്പോ നിങ്ങൾ അതും കൊണ്ട് മറ്റവരുടെ അടുത്ത് പോയേക്കുന്നു. എന്തുവാളുടെ പേര്? അനു. അനു അല്ല, കൊനു.
മറ്റ് രണ്ടവന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ അലമ്പ് കാണിച്ചിട്ടുള്ളത് നിങ്ങളാ. അനിയന്മാർക്ക് അതൊക്കെ ഒരു പാട്ടായിട്ട് പാടിക്കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല, വെറുതെ നിങ്ങൾ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എന്റെ അനു നീ ഒന്ന് നിർത്ത്. നിങ്ങൾക്ക് എന്താ വിളിച്ചേ? അയ്യോ, അപ്പൊ ഇപ്പോഴും മറ്റവളന്മാരൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണല്ലേ? ആയിക്കോട്ടെ, ഞാൻ എന്റെ പിള്ളേരെ എങ്ങോട്ടേലും പോയിക്കോളാം. നിങ്ങൾ ആരുടെ കൂടെ വേണേലും കറങ്ങി നടന്നു, ഞാൻ പോവാ. എന്റെ ഭർത്താവേ, ഇനി ഇതൊക്കെയുള്ള ഡിവോഴ്സ് ഒക്കെ ഇല്ലേ ഞാൻ തന്നെ ഏർപ്പാടാക്കേണ്ടി വരുമോ? എന്താണ് ഇത്ര ലേറ്റ് ആയേ? അയ്യോ, എന്താ മക്കളെ ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ടേട്ടാ, ഈ ഇവളെയും കൊണ്ടൊക്കെ പുറത്തോട്ട് പോയാ മിക്കവാറും ലോൺ എടുക്കേണ്ടി വരും. എന്നാ മുടിഞ്ഞ തീറ്റയായിരുന്നു എന്നറിയോ? ഹായ് ഉണ്ണിയപ്പം. ഇന്നെന്താ പ്രത്യേകത? ഉണ്ണിയപ്പം കൊണ്ടാക്കിയേക്കുന്നേ? ആ, എനിക്ക് കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വേണമെങ്കിൽ എടുത്ത് വെച്ച് തിന്നടി. എനിക്ക് വേണ്ട, വയറിപ്പോഴേ ഫുള്ളാ. ചേട്ടൻ എന്തെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നേ, എടുത്ത് കഴിക്കേ. ഓ, അങ്ങേർക്ക് ഉണ്ണിയപ്പം കാണുന്നതേ കലിയാ അല്ലേ? രണ്ടെണ്ണം മുറിലോട്ട് ചെല്ല്. കെട്ടിയവനും കെട്ടിയോളും കൊറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, കൊച്ചു ടെവി കണ്ട് ചാച്ച ഇറങ്ങുമായിരുന്നു. ഗുഡ് ഈവനിങ്. ഓ, എത്തിയോ? എന്താ ഇത്ര നേരത്തെ? സോറി. ഇതെന്താ ഈ സമയത്തൊരു ഉറക്കം? എഴുന്നേറ്റേ. ഒറ്റയ്ക്കിരുന്നപ്പോ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കുറച്ച് സമയം കിടക്കാന്ന് വിചാരിച്ചോ. ഓ, ഈ നാട്ടിലുള്ള മുഴുവൻ പൊടി എന്റെ ദേഹത്താ. ആദ്യം ഒന്ന് കുളിക്കണം, വിട്ടേ. That's fine. കുറച്ച് സമയം ഇരിക്കേ. എന്തോടെ നീ നോക്കി പേടിപ്പിക്കുന്ന? ഹായ്, ഇങ്ങനെ മൂക്കം വേർപ്പിച്ചോണ്ട് പോകുന്ന എന്തിനാ? ഞാൻ വിളിച്ചിട്ട് നീ എന്നെ ഫോൺ എടുക്കാതിരുന്നേ. എല്ലാത്തിനും എന്നെ വിളിച്ചേ? നിനക്ക് കറങ്ങി നടക്കാനൊക്കെ ഒരുപാട് പേരില്ലേ? എടി കുശുംബിപ്പാറൂ, അതിനായിരുന്നു നീ പൂച്ചക്കണ്ണുരുട്ടി എന്നെ പേടിപ്പിച്ചോണ്ടിരുന്നേ. നാളെ ഞാൻ ലീവാ, ഒരു ദിവസം ഫുള്ള് നിന്റെ കൂടെ. ഓക്കെ അല്ലേ? സത്യമായിട്ട് അതേന്ന് ദാണ്ട് എൻ്റെ നെഞ്ചിനകത്ത് മുഴുവൻ നീയാ. ആ നീയാണ് സത്യം. അപ്പൊ ഹാർട്ടിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്നാടാ, നിന്റെ കയ്യിന് വല്ല തകരാറും പറ്റിയോ? ഏയ്, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ? അല്ല, ഈ ഊട്ടി തരുന്നോണ്ട് ചോദിച്ചതാ. ഓ, അതായിരുന്നു. ഇന്ന് ഫുള്ള് ഡ്രൈവ് ചെയ്ത് ഞാനല്ലേ, കൈ നല്ല വേദന, അതുകൊണ്ടാ. ഇവളിത് എവിടെ പോയി കിടക്കുക? കാണാനില്ലല്ലോ. ഇവനത് വേറെ എവിടെയും കിടക്കാൻ സാധില്ലാത്തോണ്ടായിരിക്കും. ലിയോ, ഈ എഴുന്നേടാ. അവൻ നല്ല ഉറക്കം, എന്നാത്തിനപ്പോ വിളിച്ചെഴുന്നേപ്പിക്കുന്നേ? ആ, ഉറങ്ങുന്നോണ്ട് തന്നെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നേ. പോട്ടാ, എഴുന്നേക്കാൻ. ഓ, എന്നെ ഏട്ടാ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? നിന്നോട് എണീക്കാൻ്റെ പറഞ്ഞ്. നിങ്ങൾക്കിത് എന്തോന്ന്? ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ. എന്നാ ഇത് അവസാനത്തെയാ, മേലാ ഇത് ആവർത്തിക്കരുത്. നീ പോയേ. അത് ശരി, അപ്പൊ ഇതിന് വേണ്ടിയായിരുന്നോ ഉറങ്ങി കിടന്ന് അവന്റെ ചവിട്ടി എഴുന്നേപ്പിച്ചേ? പിന്നല്ലാതെ, ഇന്നൊരു ദിവസം മാത്രമാണ് ഞാൻ ഇവിടെ വീട്ടിലിരിക്കുന്നത്. അന്നേരമാണെങ്കിൽ നിന്നൊന്ന് കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല. തിരിച്ചു വന്നപ്പോഴും അവന്റെ കൂടെ തന്നെ. ഓഹോ, അപ്പൊ ഇതിനു വേണ്ടിയായിരുന്നല്ലേ? നീ ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. എടാ, നിനക്ക് ഉറങ്ങണമെങ്കിൽ സ്വന്തമായിട്ടൊരു മുറിയും ഒരു ഭാര്യയില്ലേ? പോടാ. എടി, എനിക്കിങ്ങനെ തീരെ പിടിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നീ ഇപ്പം തന്നെ ഡിവോഴ്സ് ചെയ്തേക്കുക, അതായിരിക്കും നല്ലത്. ഇവിടെ നിങ്ങൾ മാത്രമല്ല, അനിയനും ചേട്ടൻ്റെ ഭാര്യയും മക്കളും വേറെയുണ്ട്. ആ ബോധം ഉണ്ടായിക്കോണം. ചേട്ടനായതുകൊണ്ട് ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. വന്ന് വന്ന് നിങ്ങൾക്ക് ഒരു നാണവും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വലിയ റോമിയാണെന്ന വിചാരം. തുരും പൊടിച്ച റേഡിയാണെന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയൂ. പെണ്ണും പേരുടെ പിന്നാലെ അങ്ങനെ നടക്കുന്ന നാണമില്ലേ പെൺകോന്തൻ. എന്താണ് നീ ഇപ്പൊ വിളിച്ചേ? എന്താ നീ വിളിച്ചേന്ന്? പെൺകോന്താന്ന് എന്ത് നോക്കി പേടിപ്പിക്കുന്ന? ദേ, നിക്കുന്നിടത്ത് തന്നെ നിന്നോണം. ഓടിച്ചിട്ടടിക്കും ഞാൻ. ഞാനെന്താ പൊട്ടനാ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഓടി തോൽപ്പിക്കട പെൺകോന്ത. എന്താടാ ഇച്ചോടെ ഒരു ബഹളം? അത് ചാച്ചനും പാപ്പനും കൂടി കിറ്റിയുടെ മടി കിടക്കാൻ തല്ലുകൂടിക്കൊണ്ടിരിക്കുക. ആദ്യം ഒരെണ്ണത്തിന് സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ രണ്ടെണ്ണത്തിനും കൂടി സഹിക്കണല്ലോ കർത്താവേ. ഇടി, എനിക്കൊരു സംശയം. നിന്റെ കെട്ടിയോ ശരിക്കും നിന്നെ തന്നെയാണോ കെട്ടിയേ? മോളിയോടെ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, ശീലമായിക്കോളും, സാരമില്ല. എന്തൊരു ഉറക്കം ഇത്! കൊറേ നേരം എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ഓഫീസിലൊന്നും പോണ്ടേ? എഴുന്നേറ്റേ. എനിക്ക് ഒട്ടും സുഖമില്ലാന്നാ തോന്നുന്നേ. തോന്നുന്നു അക്കാലത്തരം. എഴുന്നേറ്റ്. സത്യമായിട്ടും വയ്യാത്തോണ്ടാ. നല്ല പനിയുണ്ടല്ലോ. ആ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ. എന്നാ ഞാൻ ആംബുലൻസ് വിളിക്കാം.
അല്ലേ വേണ്ട, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ഒന്ന് നിന്നേ. എന്താ? നീ ഇത്രയും കാലം എന്തിനാ പഠിച്ചുകൊണ്ടിരുന്നതെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നേ. ശരിയാണല്ലോ. ആർക്കെങ്കിലും അസുഖമാണെന്ന് കേട്ടാ ഉടനെ ഞാനത് മറക്കും. നിക്ക്, മെഡിസിൻ വല്ല തീർപ്പുണ്ടോ നോക്കട്ടെ. മെഡിസിൻ ഒന്നും വേണ്ട. അവൻ പറഞ്ഞ പോലെ തന്നെ വന്ന് വന്ന് ഒരു നാണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കായിരുന്നില്ലേ? എന്തിന്? എനിക്കിപ്പോൾ ഒരു പേഴ്സണൽ ഡോക്ടർ ഇല്ലേ? ആ, നല്ല ബെസ്റ്റ് ഡോക്ടറാ. പനിയാണെന്ന് പറഞ്ഞാൽ വയറിളക്കത്തിന് മരുന്ന് എഴുതി തന്നെ സാധനമാ. സൂക്ഷിച്ചും കണ്ടിരുന്നാൽ കുറച്ചു കാലം കൂടെയൊക്കെ ജീവിച്ചു പോവാം. നീ പോടാ. അല്ല, നമ്മുടെ ഡാനിക്ക് എന്ത് പറ്റി? കുറെ കാലമായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. അല്ലെങ്കിൽ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവുന്ന ആളാ. എന്തു പറ്റാ? ദേ ഇവളോട് തന്നെ ചോദിക്കേ. ഞാൻ ചെറുതായിട്ടൊരു പണി കൊടുത്തേ ഉള്ളൂ. എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. അത് മാറിയാ താൻ ഇങ്ങോട്ട് വന്നോളൂ, പേടിക്കണ്ട. മേരി ആൻറ്റി ആണെങ്കിൽ അവനെ കൂടെ കെട്ടിച്ചേണങ്ങത്തോളെന്നുള്ള വാശിയില്ല. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഏതൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന് അവൻ പറഞ്ഞേ. മേരി ആൻറ്റി എങ്ങാനും ഈ വിവരം അറിഞ്ഞാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യും. നീ ഇതെവിടെ പോവാ? കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. ഹലോ. ഹലോ, ഞാൻ സേറ. സേറേ? ഏത് സേറ? ആ, സേറ. എന്താ നിന്റെ കെട്ടിയോ മിന്നി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ്, അതൊന്നുമല്ല. ഞാൻ വെറുതെ ചേട്ടന്റെ ശബ്ദം ഒന്ന് കേൾക്കാനുള്ള നോക്കി വിളിച്ചതാ. ഹലോ. ആ, മനസ്സിലായി. അതെ, ഞാൻ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണു എന്ന് വെച്ച് ഇനിയും വീഴ്ത്താൻ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ആ വെള്ളത്തിന് ചൂടുണ്ടോന്നെങ്കിലും തൊട്ട് നോക്കണ്ടേ. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന മറുതിയോട് പറ, ഇനി എന്നെ കളിപ്പിക്കാൻ നോക്കണ്ടാന്ന്. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്, വെച്ചിട്ട് പോയി. എന്താണ് മോളെ ഒറ്റയ്ക്കൊരു ചിരിയും കളിയൊക്കെ? ഹായ് ചേച്ചിക്കുട്ടി, ഇതെപ്പോ വന്ന്? നീ പാരെ വിളിച്ചേ? ഞാൻ എന്റെ ഫ്രണ്ടിനോട് നീ എന്തിനാ സേറയാണെന്ന് പറഞ്ഞേ? ഓ, ഇത് എപ്പോ വന്ന് നിൽക്കാൻ തുടങ്ങിയതാ? നീ ഡൈനിങ് ടേബിളിൽ എഴുന്നേറ്റപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാ. സത്യം പറ, നീ ഇപ്പൊ ഡാനിച്ചനാണ് വിളിച്ചേ? എന്തോ നീ ചുമ്മാ. ദേ, സത്യം പറഞ്ഞോണം. ഒന്നുമില്ലെന്നേ. എന്നെ പോലെ ഒരു ഡബിൾ റോളുള്ള കാര്യം പുള്ളി അറിഞ്ഞിട്ടില്ലല്ലോ. അത് വെച്ചൊന്ന് കളിപ്പിക്കാൻ ഓർത്തു, അത്രേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി നിനക്കെങ്ങാനും അങ്ങനോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു കാണുമെന്ന് ഓർത്ത്. ഏതാണ്ട് അതുപോലെയാണെന്ന് തോന്നുന്നു. വാട്ട്? എനിക്ക് ഇതുവരെ ഇങ്ങനൊരു ഫീലിങ്സ് ആരോടും തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ പരിചയമില്ലാത്ത ആരും എൻ്റെ വണ്ടി കയറ്റാറില്ല. പക്ഷെ പുള്ളി കൈ കാണിച്ചപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് നിർത്തിപ്പോയി. പിന്നെ ഇപ്പം ഇടയ്ക്ക് അങ്ങയുടെ കാര്യം ഓർക്കുമ്പോൾ ചിരി വരും. നേരത്തെ ചേട്ടായി പറഞ്ഞപ്പോൾ എന്തോ ഉള്ളിൽ വല്ലാത്തൊരു ഫീലിങ്സ്. ഇനി ഇതൊക്കെയാണോ ഈ പ്രേമരോഗത്തിന്റെ ലക്ഷണങ്ങൾ? ഈ ലക്ഷണം അത്ര നല്ലതല്ല. എനിക്കറിഞ്ഞൂടാ. ഞാനെന്തായാലും ഒന്ന് ഇറങ്ങി തപ്പാന്ന് വിചാരിച്ചു. കർത്താവേ, പണി പാളൂ. ഒരെണ്ണം ഇങ്ങോട്ട് കയറിയതിന് ക്ഷീണിപ്പോഴും മാറിയിട്ടില്ല. ദേ അടുത്തതും. ഏയ്, പേടിക്കണ്ട. തൽക്കാലം ഇതാരും അറിയണ്ട. ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ, അതിനുശേഷം പറയാം പ്ലീസ്. എന്റെ കർത്താവേ, ഇനിയിപ്പോ ഇതിന് ഞാൻ സാക്ഷിയാവേണ്ടി വരുമല്ലോ. എന്താ കണ്ടിട്ട് എന്ത് പറ്റി? ഓ, പനി കൂടിയതാ. അതിനാണോ ഈ ബഹളം വെക്കുന്നത്? ഞാൻ പോയി മെഡിസിൻ എടുത്തോണ്ട് വരാം. പ്ലീസ് പോവല്ലേ. ഐ ഡോണ്ട് വാണ്ട് ടു ലോസ് യു. ഓക്കേ? എങ്ങോട്ട്?
എവിടേക്കെങ്കിലും പോവാണോ? ഓഫീസിലേക്ക്. അത് ശരി. ഇന്നലെ രാത്രി മുഴുവൻ പനിച്ചു വരച്ച് കിടന്ന ആൾ തന്നെയാണോ ഈ റെഡിയായി നിൽക്കുന്നേ? ചേട്ടായി എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലിയോ സേറയും കുട്ടിയും കൂടെ പോവല്ലേ? ചേട്ടായി തനിച്ചെങ്ങനെയാ? അതിന് തനിച്ചല്ലല്ലോ, ഓഫീസിൽ വേറെ ഒരുപാട് പേരില്ലേ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോയിക്കോളാം. ദേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തോ ഒരു ഫോർമാലിറ്റി, കാര്യം പറ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ ഉറക്കത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കൊറേ കരയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാ ചോദിച്ചേ. ടോട്ടൽ സൈലൻസ്. അപ്പൊ വല്ല പേടി സ്വപ്നം കണ്ടതായിരിക്കും ഞാനങ്ങ് വിചാരിച്ചോളാം. ഇന്നൊരു ദിവസം കൂടി റെസ്റ്റ് എടുക്കുക, എല്ലാം ശരിയായിക്കോളും. കിച്ചു, ആ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ കൂടെ ആരും ഇല്ലാന്നൊരു തോന്നല. പക്ഷെ ഇന്നലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ കൂടെ നീ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും എന്നെ തനിച്ചാക്കില്ല എന്ന് ഉറപ്പുണ്ട്. നീ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ, കുറേ മാറിപ്പോയെന്ന്? ആ മാറ്റങ്ങൾക്കൊക്കെ പല കാരണങ്ങളുണ്ട്. എല്ലാം ഞാൻ പറയാം, പക്ഷെ ഇപ്പം വേണ്ട. എനിക്ക് കുറച്ച് സമയം കൂടി നീ തരണം. ആ ഓക്കെ. എന്നാലും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നിങ്ങൾ ഇനി ശരിക്കും ബാംഗ്ലൂരിലെ വല്ല അണ്ടർവേൾഡ് കിങ്ങോ ആയിരുന്നു? കിങ്ങോ? ഇതെന്തുവാടി, വല്ല സിനിമയാണോ? അപ്പൊ അതുമല്ലേ? ഇതിപ്പോ ഇനി എങ്ങോട്ട് പോകും? നീ എന്താ ഇവിടെ? ആ ചേട്ടായി, ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് കാണാലോന്നോർത്ത്. സത്യം പറ, ഡാനിയെ കാണാൻ വന്നതാണോ? ചേട്ടായി എങ്ങനെ അറിഞ്ഞു? ചേച്ചി കുട്ടി ഒറ്റയല്ലേ? ശരിക്കും എന്താ നിന്റെ ഉദ്ദേശം? അവനിട്ട് വട്ടം കറക്കാനാണെങ്കിൽ കൂടുതലൊന്നും ഞാൻ പിടിച്ചു നിൽക്കത്തില്ല. ഏയ് അധികമൊന്നുമില്ല. ഒരു 3-4 ദിവസം കൂടി ഞാനിവിടെ കാണും. അതിനു മുമ്പ് അവസാനിപ്പിച്ചോളാം. നേരെ പോയിട്ട് റൈറ്റ്. അവൻ ഡോക്യുമെന്ററി റൂമിലാ, നേരെ അവിടെ പോയി കണ്ടോ. ആ താങ്ക്സ്. ദോ, നീ എന്താ ഇവിടെ? ലിയോയെ കാണാൻ വന്നതാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല. ഞാൻ നിങ്ങളെ തന്നെ കാണാൻ വേണ്ടിയാ വന്നേ. ഞാൻ വിളിച്ചിട്ട് നിങ്ങളെന്താ ഫോൺ എടുക്കാതിരുന്നേ? എന്റെ പൊന്നു മോളെ, ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്നെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. തന്റെ തലയ്ക്കകത്ത് എന്താണോ കളിമണ്ണാണോ പുഴുങ്ങി വെച്ചേക്കുന്നേ? ഒന്നും കൂടി വന്നേ. നീ ഇതെന്ത് കാണിക്കാൻ പോവാ? ഞാനതിനൊന്നും കാണിച്ചില്ലല്ലോ. ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആരെങ്കിലും കാണുന്നു, മാറി നിൽക്കുക. ഷട്ട് അപ്പ്. എനിക്ക് ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്ന പ്രാന്ത. അതിനെ ഞാൻ ഇനിയും വിളിക്കും. എടുത്തില്ലെങ്കിൽ ഇതുപോലെ കേറി വരികയും ചെയ്യും. അത് എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും അല്ലേ? ഇങ്ങനെ ശ്വാസം എടുത്താ ഒറ്റ വലിക്കങ്ങ് തീരും. വിട്ടേക്ക്. ഈ കാര്യം മൂന്നാമതൊരാൾ അറിഞ്ഞാ നിങ്ങളെന്നെ കയറി പിടിച്ചൊന്ന് ഞാൻ നാട് മൊത്തം പാടി നടക്കും. വേണോ? വേണ്ട. എന്നാ പൊക്കോ. എടാ, നെക്സ്റ്റ് വീക്ക് ഓഡിറ്റിങ്. എല്ലാ ഫയൽസും കൃത്യമാണെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. പിന്നെ ഫോർമാറ്റ് ചെയ്യേണ്ടതെല്ലാം ക്ലിയർ ചെയ്തേക്കണം. ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. എടാ ഡാനി, ഞാൻ പറയുന്നത് നീ വല്ല കേൾക്കുന്നുണ്ടോ? എടാ, എനിക്ക് 2 ആഴ്ചത്തേക്ക് ലീവ് വേണം. ലീവോ? ഇവിടെ മനുഷ്യനൊന്നും നിന്ന് തിരിയാനുള്ള സമയമില്ല, അതിനിടയ്ക്ക് അവൻ ലീവ്. ഇപ്പൊ നിനക്കെന്താ ഇത്ര അത്യാവശ്യം? എടാ, അതൊരു പ്രശ്നമുണ്ട്. ഈ കാര്യം മൂന്നാമതൊരാൾ അറിഞ്ഞാ നിങ്ങളെന്നെ കയറി പിടിച്ചൊന്ന് ഞാൻ നാട് മൊത്തം പാടി നടക്കും. വേണോ? എന്താ പ്രശ്നം എന്ന് വെച്ചാ പറ. പ്രശ്നോ? എന്ത് പ്രശ്നം? ആർക്കു പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടാ നിനക്ക് പറ്റിയേ? നീ ഇപ്പൊ ലീവ് ചോദിച്ചെന്തിനാ? ലീവോ? നീ ഇപ്പൊ എന്തിനാ ലീവ് എടുക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ അങ്ങോട്ട് പോകണ്ട. ഇവന്റെ കാര്യമായിട്ട് എന്തോ പറ്റി. ആ വന്നവൾ ഏത് സ്ക്രൂ കഴിച്ചോണ്ടാ പോയത് എന്തോ. എടി, നിന്നെ അച്ചായൻ വിളിച്ചായിരുന്നോ? ആ ഇല്ല. എന്താ? ഒരു പ്രശ്നമുണ്ട്. അത് മനസ്സിലായി. കാര്യം എന്താ? അവന് സെലക്ഷൻ കിട്ടിയില്ലേ? അതൊക്കെ കിട്ടി. ആന്റി വിളിച്ചായിരുന്നു. അവന് കാണാനില്ലെന്ന് പറഞ്ഞ്. ഓ, ഇവനിത് എന്ത് ഭാവിച്ചാ? നീ പേടിക്കണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിക്ക്, ഞാനും കൂടി വരാം. മമ്മ, ഐ ഗോട്ട് ഇറ്റ്. സത്യമാണോ? ആ മമ്മ. ആദ്യം മമ്മിയോട് തന്നെ പറയണമെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി എല്ലാവരോടും പറയണം.
ഒരുപാട് സന്തോഷമാവും. നെക്സ്റ്റ് വീക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്, 6 മാസം. അത് കൂടി കഴിഞ്ഞാൽ ഐ ക്യാൻ അച്ചീവ് മൈ ഡ്രീം. നെക്സ്റ്റ് വീക്ക് നീ എവിടെ പോകുന്ന കാര്യം പറഞ്ഞ? ദേ അവന് ടീമിൽ സെലക്ഷൻ കിട്ടുന്ന പറയുന്നേ. സന്തോഷമുള്ള കാര്യമല്ലേ, അവൻ പോയി വരട്ടെ. നീ ഇവിടുന്ന് ആരോട് ചോദിച്ചിട്ടാ സെലക്ഷന് പോയേ? അപ്പ ഞാൻ പഠിത്തമൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ? തോമാച്ചന്റെ ഹോസ്പിറ്റലില് നിനക്ക് ഡോക്ടറിന്റെ ഒരു വേഷം എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ മുതൽ മര്യാദയ്ക്ക് അങ്ങോട്ട് പോയിക്കോണം. ഇല്ല, ഞാൻ പോകത്തില്ല. ഹാ, പോകത്തില്ലെന്നോ? പിന്നെ നിന്റെ ഉദ്ദേശം എന്താ? ഇങ്ങനെ കളിച്ച് നടക്കാന്നാണോ? പഠിക്കുന്ന കാലത്ത് പന്തിന്റെ പുറകെ പോയിട്ട് ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല. എത്ര കഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ എടുത്തതെന്നറിയോ? അതിന് ഒരുപാട് കാശ് ചെലവായി. അതൊന്നും തിരിച്ചു കിട്ടാതെ നിന്നെ അങ്ങനെ വെറുതെ വിട്ടു കളയുന്നാണോ നീ വിചാരിച്ചേ? ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ലല്ലോ. ചെറുപ്പം മുതലേ നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ചേ എനിക്ക് ശീലമുള്ളൂ. ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു മൊമെന്റില്ല ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്. ഒരു തവണ കൈയെത്തും ദൂരത്ത് നിന്ന് നിങ്ങളെല്ലാം തട്ടിയെടുത്തതാ. ഇനി എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. നിങ്ങളിത് എന്തൊക്കെയാ അവനോട് പറയുന്നേ? വേണ്ട മമ്മി, തടയണ്ട. അല്ലെങ്കിലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇങ്ങേർക്ക് ആവശ്യം ഒരു മകനല്ല, പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു റോബോട്ടിനെയാ. എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശിന് കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി കാശ് പോലും കുറയാതെ ഞാൻ തന്നെ തിരിച്ചു തരും. വാവ്, ഇപ്പൊ വേണേ നീ എന്റെ മകനാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇത് നമ്മൾ അപ്പനും മോനും തമ്മിലുള്ള കണക്ക് പറച്ചിലല്ല, പാലയിൽ സേവേറും അലോഷയും തമ്മിലാ. ഈ തിര എണ്ണാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി കാണുമല്ലോ. എത്രണ്ണം ആയി? നിങ്ങളെന്താടാ ഇവിടെ? ഇവിടെ നല്ല വറുത്ത കപ്പലണ്ടി കിട്ടുന്ന ആരോ പറഞ്ഞ്. അത് വാങ്ങണം, കുറിക്കണം, തിരിച്ചു പോകണം. അല്ല നീ എന്താ ഇവിടെ? അങ്കിളിനോട് വെല്ലുവിളിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ബോംബെ പോയി വല്ല റോക്കി ബായി ആയി കാണും. എവിടെന്ന്? ഒന്ന് വായടക്കടാ. എന്താ മോനെ നിന്റെ പ്രശ്നം? അതൊന്ന് പറ. അയ്യോ സോറി. അടിക്കാനും ഇടിക്കാനും മുന്നേ തന്നെ ഓടുന്ന ഇവന് നിന്ന് മോമെന്ന് കണ്ടിട്ട് ചിരിച്ചു പോയതാ. അച്ചായ, എല്ലാ പാരൻസിനും അവരുടെ മക്കൾ അവർ പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നിന്റെ അപ്പന്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ. നീ ഇറങ്ങി പോരല്ല വേണ്ടിയിരുന്നേ. അങ്കിളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനല്ലേ ശ്രമിക്കണ്ടേ? കൺവിൻസിങ്? ഇത്രയും കാലമായിട്ട് ഞാൻ അതിന് തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നേ. നിനക്കറിയോ, ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ആ വീട്ടിൽ എൻ്റെ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്കെൻ്റെ അപ്പനെ ഒരുപാട് ഇഷ്ടമായി. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ അധികം തർക്കിക്കാനോ അവരെ വെല്ലുവിളിക്കാനോ ഒന്നും പറ്റത്തില്ല. എന്നാ നീ എഴുന്നേറ്റ് വീട്ടിൽ പോവാൻ നോക്ക്. ആന്റി ആകെ വിഷമിച്ചിരിക്കുക. ഏയ് ഇല്ല, ഞാനിനി വീട്ടിലേക്കില്ല. എടാ ലിയോ, ചേട്ടന്മാരോട് പറഞ്ഞ് എനിക്ക് കൂടി കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തടാ. ഒന്ന് പോയേടാ, ഞാൻ തന്നെ അവിടെ അധികം പറ്റാ. അതിനിടയിൽ നിന്നെ കൂടി ഞാൻ വലിച്ചു കയറ്റാൻ. അല്ല, നീ ഇനി ജോലിക്ക് പോവാൻ നിൽക്കുവാണോ? നെക്സ്റ്റ് വീക്കല്ലേ നിനക്ക് ട്രെയിനിങ്ങിന് പോകണ്ടേ? നല്ല പ്രാക്ടീസ് ചെയ്യേണ്ട സമയമല്ലേ? ഞാൻ ഇനി പോകുന്നില്ല. പോകുന്നില്ലാന്നോ? എന്റെ ഭർത്താവെ, ഇവനാരെങ്കിലും കടലൊന്ന് കെട്ടി താഴ്ത്തോ? എടാ, നീ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് പിന്നെ എന്നാത്തിനാ? അപ്പനെ വെല്ലുവിളിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഏതാ മമ്മിക്ക് വായിക്കട്ടിട്ടാനാ? എനിക്ക് ദേഷ്യം വന്ന എല്ലാം കൂടി വലിച്ചു കയറി അടുപ്പിൽ വെക്കും ഞാൻ. എടി നീയൊന്ന് അടങ്ങ്. ഈ സമയത്ത് ഇങ്ങനെ വയലന്റ് ആവല്ലേ. സൈലന്റ് ആവ്. ബി കാം ഡൗൺ. എടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, ഒരുപാട് കാശ് ചെലവാകും. നീ മുന്നിലിരുത്തിക്കൊണ്ട് എന്നെ അപമാനിക്കരുത്. ഒന്നുമില്ലല്ലോ, ഇപ്പം ഞാനൊരു ജോലിക്ക് പോകുന്നില്ലേ? നിനക്ക് വേണ്ട കാശ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരുവാടാ. ഒവ്വ, ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് 2 ചായ കുടിച്ചതിൻ്റെ കാശ് വായിച്ചപ്പോൾ കടക്കാരനോട് ഇളിച്ച് കാണിച്ച മാതല്ലേ. നീ അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. നിനക്ക് എൻ്റെ കാര്യം അറിയാലോ. ഞാൻ ജനിച്ചതേ വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടാ. കരണ്ടിയോ? അതെന്തോ? സ്പൂണ്. ഓ, അതായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചു. നീ കാശിൻ്റെ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇനി വീട്ടിൽ പോകുന്നില്ലെങ്കിൽ വേണ്ട, നീ എൻ്റെ കൂടെ പോരെ. ഞാൻ ഏതായാലും ഒറ്റയ്ക്കല്ലേ. അതാകുമ്പോൾ നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ഷീണം വരുമ്പോൾ ഇടയ്ക്ക് ഓരോ കട്ടൻ കാപ്പി ഇട്ട് വാതിൽക്കെ തന്നെ ഞാൻ നോക്കി നിന്നോളാടാ. ഒരു നല്ല ഭാര്യയെ പോലെ നിന്നെ ഞാൻ നോക്കുന്നു. പക്ഷെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഇനി അഥവാ നീ പ്രതീക്ഷിച്ചു പോയാ അതും അവ സാധിച്ചു തരും. പോടാ. ഡാഡി, അങ്കിൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഞാൻ എൻ്റെ മകളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, ഇവളല്ല, ഇവളെന്നോ ചത്തുപോയി. ഞാനിപ്പോൾ വന്നത് എൻ്റെ ഒരേ ഒരു മോളെ കാണാനാ. അവളും ഇവിടെ പൊറുതി തുടങ്ങിയെന്ന് അറിഞ്ഞു. യോൻജി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. വല്യേട്ടാ, ഞാൻ
എന്താടാ നിനക്കൊക്കെ പുള്ളിയോ? ഇവളെ എൻ്റെ അനിയത്തിയാ. ഞാൻ ചിലപ്പോൾ തല്ലും കൊല്ലും. അതൊക്കെ ചോദിക്കും നീ ആരാടാ? സ്വന്തം തന്തയെ തോൽപ്പിക്കാനുള്ള വഴിയായിരുന്നു ഇത്. ഞാനാരും തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് സേറെ ഒന്ന് കാണാൻ തോന്നി, അതാ വന്നത്. നിനക്ക് വേണമെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ വരാം. അതല്ല അനിയത്തിയും അവളുടെ വീട്ടുകാരെ മതി എന്നാണെങ്കിൽ ഇവിടെ തന്നെ തുടരാം. അങ്ങനെ ഭീഷണിപ്പെടുത്തി അവളെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കണ്ട. ആദി, അത് അവരുടെ ഫാമിലി ഇഷ്യൂ, നമ്മളിടെ വിടണ്ട. ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോറി, ഞാനിവരുടെ കൂടെ പോയിക്കോളാം. അവള് പോയതുകൊണ്ട് വിഷമമുണ്ടോ? ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ ഇതിനേക്കാളും വലുത് കിട്ടുമല്ലേ? ഏയ്, അതൊക്കെ അവൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. വീട്ടിലാരെങ്കിലും പറഞ്ഞാൽ അവൾ അനുസരിക്കത്തില്ല. മിക്കവാറും പെട്ടിയും കിഴക്കെടുത്ത് ഇന്ന് തന്നെ പോകാനും സാധ്യതയുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ വേറെ വല്ല പ്രശ്നം ഉണ്ടാകുമെന്നോ? ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ചേട്ടായി. ഉള്ളം കയ്യിലുള്ളതെല്ലാം അവന്മാർ പിടിച്ചെടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പതേ യൂഞ്ചി അവളും അവർക്ക് വേണ്ടി ന്യായീകരിക്കുക. ഞാനും അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നത്. ഒരു വിരൽ മാത്രം അനക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല. കൈ മുഴുവൻ തളർന്നു പോകുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തേ പറ്റും. നമുക്ക് ആ നടുക്കഷ്ണത്തെ തന്നെ അങ്ങ് തൂക്കിയാലോ? ഡാഡി പറഞ്ഞ ഓർമ്മയല്ലേ, ഹി വാസ് ദ മോസ്റ്റ് ഡേഞ്ചർ വൺ. അവനെ അങ്ങ് എടുത്താ ബാക്കിയെല്ലാം സ്മൂത്താ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇരുചെവി അറിയാതെ തീർക്കണം. അതിന് പറ്റിയ വഴിയുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. എടാ, പുതിയ അഡ്വർടൈസ്മെന്റ് റെഡി ആയിട്ടുണ്ട്. അവർ വിളിച്ചായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നീ ഒന്ന് പോയിട്ട് വാ. എടാ ഞാനിപ്പോൾ വന്ന് കയറിയല്ലേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഏയ് പോരാ, സമയമില്ല, ഇപ്പൊ തന്നെ പോണം. വേഗം വിട്ടോ. ഓ, രാജകൽപ്പന ആയിരിക്കും. അനുസരിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഡാ, നീ ഇങ്ങോട്ട് ആ വഴിക്ക്. പിന്നെ എൻ്റെ കാറിൻ്റെ കീ ഇല്ലാതെ ഞാൻ നടന്നുകൊണ്ട് പോണോ? നീ ഇനി അവിടെ വരെ നടന്നെത്തുമ്പോഴേക്കും 15 സെക്കൻഡ്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നെത്തുമ്പോഴേക്കും 15 സെക്കൻഡ്. വരുന്ന വഴിക്ക് വല്ല പെമ്പിള്ളാരും കണ്ട വായം പൊളിച്ചോണ്ട് നിൽക്കാൻ എക്സ്ട്രാ ടൈം. വേസ്റ്റ് ഓഫ് ടൈം അല്ലേ? എന്നാ എന്റെ കാർ എടുത്തോണ്ട് പോ. ഓ, ഈ ഒരു പന്നിയെ കൊണ്ട്. എന്താ? ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞതാ. ആ ഹലോ, പറയടാ. ഞാനങ്ങോട്ട് എത്താനുള്ള സമയമായി. ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇത് ഇപ്പം പറഞ്ഞോണം. വന്ന് കയറി ഒന്ന് ഇരിക്കുമ്പോഴേക്കും വേറെ എങ്ങോട്ടെങ്കിലും ഓടിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവമാണ്. ഞാൻ ക്യാൻറ്റീനിലോട്ട് ഇറങ്ങാൻ വിളിച്ചായിരുന്നു. നീ ഏതായാലും വിളിച്ച സ്ഥിതിക്ക് വരുന്ന വഴിക്ക് ഒരു കോഫി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ നിന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം പലപ്പോഴും നീ മറക്കുന്നുണ്ട്. കിണിക്കാതെ വെച്ചിട്ട് പോണ തുമ്പി. ഹലോ ഡാനി. ഡോക്ടർ, ആക്സിഡൻ്റ് കേസല്ലേ, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കി. ബട്ട് ഐ എം സോറി, ഹീ ഈസ് നോ മോർ.